Let us continue. So hopefully we will finish this lesson. Oh yes, yes, ഉണ്ട്. അപ്പോൾ കുറച്ച് പേരോട് വരട്ടെ നോക്കാം. ശ്രീ വിഷ്ണു 2-3 പേരോട് വരുമായിരിക്കും കൂട്ടാം. നമുക്ക് ലേശം കുറച്ച് പേരോട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സോങ്ങിലേക്ക് പോവാം. നമുക്ക് ആ പാഠത്തിന്റെ കുറച്ചങ്ങ് തീർത്തിട്ട് നമുക്ക് തിരിച്ചു വരാം, എന്നിട്ട് സോങ്ങിലേക്ക് പോവാം. ഓക്കെ, കുറച്ച് പേരോട് ഒരു 3-4 പേരോട് വരുവാണെങ്കിൽ. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ പേജ് നമ്പർ 103, almost in the last part. I thought no more of men. They were unpredictable and to be avoided if possible. So something had taken all these animals and birds inside, or they had gone somewhere. This is, I thought no more of the men. They were unpredictable and to be avoided if possible. One day, after crossing the stream, I climbed Paritiba, a bleak, shrub-covered hill where no one lived. ആരും താമസിക്കാത്ത എന്ന് പറഞ്ഞാൽ ആരും താമസിക്കാത്ത ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു മലയാ പാരിറ്റിബ, എ ബ്ലീക്ക് ഷ്രബ് കവേർഡ് ഹിൽ. മൊത്തത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന, നമ്മൾ സാധാരണ പറയുമ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന ഒരു മല എന്നുള്ള അർത്ഥത്തിൽ. ആൻഡ് a bleak shrub-covered hill where no one lived. This was a stiff undertaking because there was no path to the top and I had to scramble up with the help of rocks and roots. നമുക്കറിയാം, വഴിയില്ലാത്ത കാട് പിടിച്ച് കിടക്കുന്ന ഒരു മല കയറി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വള്ളിയേലും കല്ലേലും ഒക്കെ പിടിച്ചൊക്കെ കയറി പോകാൻ പറ്റുള്ളൂ, അല്ലേ? So in the same way here also, I had to scramble up with the help of rocks and roots. വേരേലും പാറയേലും ഒക്കെ പിടിച്ചാ ഞാൻ കയറി പൊക്കോണ്ടിരിക്കുന്നത്. There I found the ruins of what must have been the first settlers. Just a few piles of rubble now, overgrown with weeds, sorrel, dandelion and nettles. അവിടെ നമുക്ക് ജസ്റ്റ് അത്, there I found the ruins of what must have been the first settler. ആരോ പണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. അതിന്റെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന കുറെ അവശിഷ്ടങ്ങൾ. As I walked through the roofless ruins, I was struck by the silence that surrounded me. നമുക്കറിയാം, ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാട്ടിലൂടെയൊക്കെ പ്രത്യേകിച്ച് സൈലൻസ് ആയിരിക്കും, ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു സൈലൻസ് ഉണ്ട്. And that struck by the silence and that surrounded me, I was something else of which I was becoming increasingly aware. എന്തോ ഒന്ന്, the strong feline odor of one of the cat family. ക്യാറ്റ് ഫാമിലിയിലുള്ള ഏതോ ഒരു മൃഗത്തിന്റെ സ്മെല്ല്. ഫെലൈൻ ഓർഡർ, ഓർഡർ മീൻസ് സ്മെൽ. എന്തോ ഒരു ഓർഡർ, ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. I paused and looked around. I was alone. ഞാൻ നിർത്തിയിട്ട് നോക്കി. I was alone there. There was no movement of dry leaf or loose stone. The ruins were for the most part open to the sky. The rafters had collapsed and joined together to form a low passage like the entrance to a mine. മുകളിലുണ്ടായിരുന്ന അതിന്റെ റൂഫ് എല്ലാം ഇടിഞ്ഞു വീണ് ഒരു പഴയ കൊട്ടാരം പോലെ, ഒരു പഴയ വീട് അവിടെ കിടക്കുക. This dark cavern seemed to lead down. Cavern, ഈ ഒരു കേവ് പോലെ, കേവ്, ഗുഹ, അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ തോന്നി. The smell was stronger when I approached the spot, so I stopped again and waited there, wondering if I had discovered the lair of the leopard. I wondered if the animal was now at rest after a night's hunt. രാത്രിയിൽ എന്തോ തിന്നിട്ട്
ഈ ആനിമൽ റെസ്റ്റ് എടുക്കുവാണെന്ന് എനിക്കൊരു ഫീലിംഗ് തോന്നി. ഏത് ആനിമലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഏത് ആനിമലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? leopard. Okay, leopard. Perhaps it was crouched there in the dark, watching me and recognizing me as a man who walked alone in the forest without a weapon. ഒരായുധവുമില്ലാതെ ധൈര്യം സംഭരിച്ച് എലോൺ ആയിട്ട് നടക്കുന്ന ഒരു ആളെ കുറിച്ച് മിക്കവാറും അത് എന്നെ കണ്ടപ്പോൾ അങ്ങനെയായിരിക്കും തോന്നിയത്. ഇത്രയും കാട്ടിലൂടെ ഒറ്റയ്ക്ക്, ആരും വരാത്ത സ്ഥലത്തൂടെ ഒറ്റയ്ക്ക് വരുന്നു, അതും ആയുധമൊന്നും ഇല്ലാതെ. I like to think that he was there and that he knew me and that he acknowledged my visit in the friendliest way by ignoring me altogether. എനിക്ക് തോന്നി ഈ ഇവിടെ ഈ പുലി അവിടെ ഒളിച്ചിരിപ്പുണ്ട്, എന്തോ പുലി അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ഉപദ്രവകാരി അല്ലെന്ന് പുലിക്ക് മനസ്സിലായതുകൊണ്ട് പുലി എന്നെ ശ്രദ്ധിച്ചതേ ഇല്ല, എന്നെ ഒഴിവാക്കി, എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് എനിക്ക് തോന്നി. Ignoring, avoiding. So I did not venture any further. Venture any further means move any further. ഞാൻ മുമ്പോട്ട് പോയേ ഇല്ല. I did not seek physical contact or even another glimpse of that beautiful creature springing from rock to rock. ഒരു പാറയിൽ നിന്ന് വേറൊരു പാറയിലേക്ക് ചാടി കളിക്കുന്ന, ചാടി നടക്കുന്ന ഈ പുലിയെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചേ ഇല്ല. It was his trust that I wanted and I think he gave to me. പുലിക്ക് എന്നെ ഒരു വിശ്വാസമുണ്ട്, ഞാനൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം പുലിക്കുമുണ്ട്, എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുമുണ്ട്. ഓക്കെ, it was that his trust I wanted and I think he gave it to me. But did the leopard, trusting one man, make the mistake of trusting others? അവിടെയാണ് കുഴപ്പം. ദിസ് നൗ കംസ് അവർ റിയൽ സ്റ്റോറി. ഇപ്പോഴാ പ്രശ്നം. ഒരു പുലി നമ്മളെ കണ്ടു. സപ്പോസ് ഇഫ് ജോയൽ റെജിനോട് അങ്ങോട്ട് പോയി, എങ്ങോട്ട് പോയി? കാട്ടിൽ പോയി. അവൻ ഒരു പുലിയെ കണ്ടു, ഒന്നും ചെയ്തില്ല, അവനും ഒന്നും ചെയ്തില്ല, അവൻ സാധാരണ പോലെ നടന്നു. പുലി ഒന്നും ചെയ്തില്ല, പുലി അങ്ങ് നടന്നുപോയി. പിറ്റേ ദിവസം പോയി, അന്നേരവും കണ്ടു ഇതുപോലെ തന്നെ, പുലി ഒന്നും ചെയ്തില്ല. പക്ഷേ അപ്പൊ ആ പുലിക്ക് കുറച്ചു ദിവസം കണ്ടു കഴിഞ്ഞപ്പോ പുലിക്ക് അറിയാം ഇവനൊന്നും ചെയ്യില്ല, പാവമാണ്. ആണോ ജോയൽ? പാവമാണോ? അതെ, ഓക്കെ. ഏതായാലും അപ്പം ആ പുലി ഒന്നും ചെയ്യില്ല, അല്ല ഈ ജോയൽ ഒന്നും ചെയ്യില്ല എന്ന് പുലിക്ക് മനസ്സിലായി. അതുകൊണ്ട് പുലി കാഷ്വലായിട്ട് നടക്കാൻ തുടങ്ങി, ഒരു കുഴപ്പമില്ല. പക്ഷേ അവൻ പാവമായതുകൊണ്ട് അവനൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവനെ പുലി വിശ്വസിച്ചു. പക്ഷേ ഡിഡ് ദ leopard make the mistake of trusting others? അന്നേരമാണ് ശ്രീവിഷ്ണു അതിലേ പോകുന്നത്. ശ്രീവിഷ്ണുവും നമ്മുടെ, അതായത് ആരോമലോ, അപ്പൊ ഇവരിങ്ങനെ അതിലെ നടന്നു പോവാ. അവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. പക്ഷേ പുലി ഒരു മിസ്റ്റേക്ക് വരുത്തി. എന്താ മിസ്റ്റേക്ക്? ഒരാളെ വിശ്വസിച്ചത് കൊണ്ട്, ഒരാള് ഒന്നും ചെയ്യാതെ അതിൽ നടന്നത് കൊണ്ട് മറ്റവർ രണ്ടുപേരും വന്നപ്പോൾ അവരും ഒന്നും ചെയ്യില്ല എന്ന് പുലി വിശ്വസിച്ചു. അതാണ് പുലിയുടെ മിസ്റ്റേക്ക്. ഒരാൾ വന്നു, അവരൊന്നും ചെയ്തില്ല. അപ്പൊ നമ്മുടെ ശ്രീവിഷ്ണു മറ്റേ ആരോമലും കൂടെ വന്നു. ഇവിടെ ആരോമലിനാ കാണുന്നത്. ആരോമലിന്റെ പേരെന്താ? ആരോമൽ തന്നെയാണോ അതോ അരോമ എൽ ആണോ? ഇവിടെ അരോമ എൽ എന്നാ കാണുന്നത്. ഓക്കെ. ഏതായാലും ആരോമലും ശ്രീവിഷ്ണുവും കൂടെ അങ്ങോട്ട് ചെന്നു. അവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അപ്പോഴാണ് പുലി മറ്റവനെ, നമ്മുടെ ജോയലിനെ വിശ്വസിച്ചതുപോലെ പുലി ഇവരെയും വിശ്വസിച്ചു. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയി പോയി. ഇവര് വന്നത് എന്തിനായിരുന്നു? പുലിയെ കൊല്ലാനാ. നിങ്ങളല്ല കേട്ടോ, ഞാൻ ആ കഥയുടെ കാര്യം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളൊക്കെ വളരെ ഡീസന്റാ. ഓക്കെ. But did the leopard, trusting one man, make the mistake of trusting others? Because next day, coming up the path from the stream, shouting and beating their drums, were the hunters. Drums ഒക്കെ അടിച്ചുകൊണ്ട്, ചെണ്ടയൊക്കെ കൊട്ടിക്കൊണ്ട്, ഭയങ്കര ഒച്ചയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ ഈ
സ്ട്രീം ക്രോസ് ചെയ്ത് കുറെ ഹണ്ടേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ നേരത്തെ കണ്ട ഹണ്ടേഴ്സ്. They had a long bamboo pole across their shoulders and slung from the pole, feet up, head down, was the lifeless body of the leopard. കണ്ടോ എന്ത് ക്രൂരതയാ ചെയ്തത്. ഈ പന്നി കുഞ്ഞിനെയൊക്കെ പിടിച്ചോണ്ട് അല്ലെങ്കിൽ പന്നികളെയൊക്കെ കൊണ്ടുവന്ന് സാധാരണ രണ്ട് കാല് വീതം കെട്ടി ഒരു കമ്പയിൽ ഇങ്ങനെ കെട്ടി തൂക്കിക്കൊണ്ടാ പോകുന്നത്, കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കൊണ്ടുവന്ന് കാണാം, ചില സിനിമയിലൊക്കെ കാണാം ഇങ്ങനെ. ഇവിടെ ഒരു കമ്പയിൽ ഇങ്ങനെ അതിനെ വെച്ച് കെട്ടും. ഒരു കമ്പയില് രണ്ട് കാല് ആയിട്ട് കെട്ടി തൂക്കിയിടും. എന്നിട്ട് 2-4 പേരിങ്ങനെ അതിനെ പിടിച്ചു ചുമന്നുകൊണ്ട് പോകും. അതുപോലെ ഇവിടെ ഒരു ബാംബു പോളയില് ഭയങ്കര നല്ല ബലമുള്ള ഒരു ബാംബു സ്റ്റിക്കയില് ഈ പുലിനെ പിടിച്ച് കെട്ടിയേക്കുക. പുലിനെ കൊന്നു, എന്നിട്ട് അതിന്റെ 2 കാല് അതിൽ ഇവിടെ കെട്ടിയിരിക്കുന്നു, 2 കാല് പുറയിലും കെട്ടിയിരിക്കുന്നു. അങ്ങനെ അതിനെ കെട്ടി തൂക്കിയിട്ടോണ്ട് പോവുക, ഭയങ്കര ഡ്രംസ് ഒക്കെ അടിച്ചോണ്ട്. അവര് ഭയങ്കര സന്തോഷത്തിലായി, എന്തുകൊണ്ട് ആ പുലിയെ പിടിച്ചു. ഇറ്റ് ഹാഡ് ബീൻ ഷോട്ട് ഇൻ ദ നെക്ക് ആൻഡ് ഇൻ ദ ഹെഡ്. കണ്ടോ, കഴുത്തിലും തലയിലും അതിനെ വെടിവെച്ചു, എന്നിട്ട് അതിനെ കൊന്നു, എന്നിട്ടായി പിടിച്ചോണ്ട് പോകുന്നത് ഇങ്ങനെ. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരാളെ പുലി വിശ്വസിച്ചത്, മറ്റവരൊന്നും ചെയ്യില്ല എന്ന് പുലിക്ക് തോന്നിയത്, പുലി ബാക്കിയുള്ളവരെയും കൂടെ വിശ്വസിച്ചത് പുലിയുടെ തെറ്റ്. We told you there was a leopard, they shouted in great good humor. Isn't he a fine specimen? കണ്ടോ, ഇവനെ നല്ലൊരു സ്പെസിമെൻ മീൻസ് സാമ്പിൾ. ഇവനെ നമ്മൾ സാമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. കണ്ടോ, ഞങ്ങൾ അന്നേരം നിങ്ങളെ മുമ്പേ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഒരു പുലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നേരത്തെ കണ്ടപ്പം പുലി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. പുലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാ നമ്മൾ അതിനെ പിടിച്ചു. യെസ്, ഐ സെഡ് ഹി വാസ് എ ബ്യൂട്ടിഫുൾ ലെപ്പേർഡ്. ശരിയാണ്, അവനൊരു നല്ല ഭംഗിയുള്ള ലെപ്പേർഡാ. ഏറ്റവും സുന്ദരനായ മൃഗങ്ങളിൽ ഒന്നാണ്, കാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ലെപ്പേർഡ്. അതുപോലെ തന്നെ കടുവ, ടൈഗർ, ഭയങ്കര ബ്യൂട്ടിയാ. അതെന്താ അങ്ങനെ വരാൻ കാരണം? അതെന്തായിരിക്കും അങ്ങനെ? അതിനെ കണ്ടിട്ടില്ല, നല്ല കളറ്, നല്ല ഡെക്കറേഷൻ. സോ ദേ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം, ആൻഡ് സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഗുഡ്. ഹി വാസ് എ ബ്യൂട്ടിഫുൾ ലെപ്പേർഡ്. I walked home through the silent forest. It was very silent, almost as though the birds and animals knew their trust had been violated. I walked through the forest in the silent forest. It was very silent. ഭയങ്കര സൈലന്റ് ആയിരുന്നു. Almost as though the birds and animals knew their trust had been violated. അവരുടെ ട്രസ്റ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് അവർക്ക് തോന്നി. എന്താ വയലേഷൻ? വാട്ട് ഈസ് വയലേഷൻ? ലംഘനം. Okay, something that is broken is what is called violated. I remembered the lines of a poem by D.H. Lawrence. As I climbed the steep and lonely path to my home, these words echoed in my mind. എൻ്റെ മൈൻഡിൽ ഈ ലൈൻസ് ഇങ്ങനെ വന്നു. എന്തായിരുന്നു? There was room in the world for a mountain lion and me. There was room in the world for a mountain lion and me. കണ്ടോ, mountain lion and me. There was room in the world. ലോകത്ത് ഈ ഒരു മൗണ്ടൻ ലയണിന് എനിക്കും സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ, ഒരു ലയണിന് അല്ലാത്ത ഒരു ലെപ്പേർഡിന് ഇവിടെ ഒരു സ്ഥലം ഇല്ല. കണ്ടോ, നമ്മുടെ ലെസന്റെ ഹെഡിങ് എന്താ? വാട്ട് ഇസ് ദ ടൈറ്റിൽ? നോ റൂം ഫോർ എ ലെപ്പേർഡ്. അപ്പൊ ലെപ്പേർഡിന് സ്ഥലമില്ല, എനിക്കിപ്പോഴും സ്ഥലമുണ്ട്. നമുക്ക് മനുഷ്യർക്ക് ഇഷ്ടം പോലെ സ്ഥലമാണ്. എന്നാലും ചിലർക്ക് സ്ഥലമുണ്ടോ? ചില പാവപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ സ്ഥലമുണ്ടോ? ഇല്ല, അത് വേറെ. പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ഇതാണ്. ഇനി നമ്മുടെ ലെസൺ അത്രയും കഴിഞ്ഞു. റസ്കിൻ ബോണ്ട് ആണ് ഈ സ്റ്റോറി എഴുതിയത്. സ്റ്റോറി അല്ല, ഇറ്റ്സ് റിയൽ വൺ. ഇനി നമ്മൾ ആ പേജ് ഒന്ന് ടേൺ ബാക്ക് ചെയ്തേ. ഞാൻ ഏതോ ഒന്ന് വായിപ്പിക്കുന്നു പറഞ്ഞാൽ, അതെ, ഇറ്റ് ഈസ് ഗുഡ് ടു ഫൺ ടു കുക്ക്, പേജ് നമ്പർ 97. പേജ് നമ്പർ 97 എടുത്ത എല്ലാവരും ജസ്റ്റ് ഓരോരുത്തരെ കൊണ്ട് ഞാനൊന്ന് വായിപ്പിക്കാം.
നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി എവിടം വരെ ഉണ്ടെന്നും കൂടി ഒന്ന് അറിയണ്ടേ? നോ പ്രോബ്ലം ഇഫ് യു മേക്ക് എനി മിസ്റ്റേക്ക് ഓൾസോ, നോ പ്രോബ്ലം, വായിച്ചാൽ മതി. ഓക്കെ, സോ സ്റ്റാർട്ട് ഫ്രം മൈ ലെഫ്റ്റ്. ആദില, റീഡ്. It's fun to cook. When you are cooking in the kitchen, you are learning all the while to pour and measure, mix and stir, and sift flour into a pan. Scrub your hands before you start. Then gather up the gear like pots and pans and measuring cups that you use throughout the year. Go over the recipe step by step, so you will know just what to do by carefully following the directions. It won't be hard for you. Have a hot pot handy and an adult standing by so you won't hurt yourself when using the stove or baking a pie. Besides the fun and learning, there's always cleaning up to do. And even though it's quiet and cold, it's part of cooking too. But after all the work is done, it will soon be time for dinner. And when someone asks for seconds, you will know you have cooked a winner. Good, that's good. And now, Joanna, read. Joanna, can you hear me? Not, I think. Okay, then Joel, you try. When you are cooking in the kitchen, you are learning all the while to pour a measuring mix and stir, stir and sift for into a pile. Scrub your hand before you start when gather up the gear like pots and pans and measuring cup that you use throughout the year. Go over the recipe step by step. So you all know just what to do by carefully following the direction. It won't be hard for you. Have a hot pot handy and an adult standing by you so you won't hurt yourself when using the stove and baking a pie. Beside the fun and learning, there always cleaning up to do. And when even through it's quietly quiet and a core, it's part of cooking too. But after all the work is done, it's well soon be time for dinner. And when someone asks for second, you will know you all know you have cooked a winner. Okay, good. Sri Vishnu, your chance. Okay.
When you are cooking in the kitchen, you are learning all the while the pour and the measure, mix and the set and shift the flour into a plane. Then scrub your hands before you start. Then gather up the cake, look the pot and pan and measure the cup that you use to throughout the year. Yes, continue. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ, വായിച്ചോ. എന്ത് പറ്റി, നെറ്റ് ഇഷ്യൂ ആണോ? ഡിസ്കണക്ഷൻ ആണെന്ന് തോന്നുന്നു. ജുവാന, ക്യാൻ യു ഹിയർ മീ? Sir, can you hear me, sir? Oh, yes. You may try. Sir, can you hear me? Yes. I can hear you, can read. Sir, I can't hear you. My headset is very damaged, so I can't hear you. So no problem then. But I can hear you. What you are saying is audible here. It is okay here. That is no problem. Okay, no problem. Okay, then we will turn back to page number. Is it raining there anywhere? Sir? Is it raining there anywhere? Here it is raining now. The rain കഴിഞ്ഞു. കഴിഞ്ഞോ? അതെയോ? ഇവിടെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. പൊരിഞ്ഞ റെയിനാ. ഇവിടെ കാറ്റ് വീശുന്നേ ഉള്ളൂ. കാറ്റുള്ളോ? പ്രത്യേകിച്ച് ഒരു സിംറ്റംസും ഇല്ലാതെ പെട്ടെന്നൊരു മഴ വന്നതാ ഇപ്പൊ. ഒരു ചെറിയൊരു ഇടി വന്നു, ഇതേ ഇപ്പൊ പൊരിഞ്ഞ മഴ. Okay, pick the most appropriate options in page number 105. Pick the most appropriate options. The ravine was deep, so animals lived in it. It was full of light and for most of the day. It remained in shadow for most of the day. It encouraged birds to emerge. എന്താണ്? C. It remained in shadow for most of the day. Next, a narrow path twisted its way down, tells us that the cottage was on the top of a hill. Cottage was at the bottom of the hill. Path went to the river. Cottage was near the forest. C. Which one? A narrow path twisted its way down. താഴേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് ഒരു വഴിയുണ്ട് എന്നർത്ഥം. അർത്ഥം വരുമ്പോ എന്താണ്? ഏതാ കറക്റ്റ്? B. Path went to the river. No. Cottage was on the top of the hill. A. Top of the hill cottage ഉള്ളത് കൊണ്ട് താഴേക്ക് ഇങ്ങനെ വഴി വന്നു. The langoose watched the narrator with curiosity because he passed that way regularly. He was a human being. They wanted to know what he was doing. He had come to the forest. Very simple. He was a human being. He was a human being. മനുഷ്യനായതുകൊണ്ടാണ്, കാട്ടിൽ മനുഷ്യൻ എന്ത് കാര്യം എന്നർത്ഥം വന്നുകൊണ്ടാണ് നോക്കിയത്. The narrator clapped his hands when he saw the leopard because it was beautiful. He was happy. He wanted to frighten it. He wanted to give the courage to himself. C ആണോ D ആണോ? D. He wanted to give courage to himself. പുലിയെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല. He wanted to get the courage. സ്വന്തം ധൈര്യം വരാൻ വേണ്ടിയാ.
The narrator felt that the leopard showed trust and relation friendship by following him about, not harming him when he went to the its lair, turning its head towards him, ignoring him altogether. Ignoring him altogether. അതിനകത്ത് വേണമെങ്കിൽ ബിയും കറക്റ്റ് വരും, നോട്ട് ഹാമിങ് ഹിം വെൻ ഹി വെന്റ് ടു ദ ലയർ. അവിടെ ചെന്നപ്പം ഒന്നും എന്താണ് ചെയ്യാത്തത് കൊണ്ട് എന്നും വരാം. സോ യു ക്യാൻ റൈറ്റ് ബി ഓർ ഡി, നോ പ്രോബ്ലം. Okay, let's keep that there. Page number, that's enough for now. Why? Because here it is total rain and some water is falling here on the lap, and so I'll have to close it. Almost time is also over, so we will continue in the next class, in next Saturday. Okay, see you then. Enjoy your day. Bye. Just one work is that you read that lesson one time. Okay, read that lesson one time and get the sign of the parent also. Done.